ഹലോ. അതായത് അണ്ടർസ്റ്റാൻഡിങ് പോയട്രിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നു. അത് ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ ഈ തേർഡ് ഇയറിൻ്റെ ഫുൾ പേപ്പർ എഴുതിയ ഒരാളാണ്. അപ്പോൾ അന്ന് ഞാൻ ഇത് ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് ഇത് തലയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അത് ഏത് പോയമാണ്, ഇതിൻ്റെ ലൈൻസ് ഏത് പോയം വന്നാലാണ് ഇത് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അതിലേക്ക് കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തത് കാരണം പിന്നെ എനിക്ക് വീഡിയോസൊന്നും ചെയ്യാനുള്ളൊരു ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് മാത്രത്തിലില്ലാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അന്ന് ഡിസംബറിൽ ഞാൻ ഇത് പഠിച്ച സമയത്ത് കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ വർഷം ഇത് വന്നിട്ടുണ്ട്, അങ്ങനെ നെറ്റിൽ കിട്ടാവുന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 4 ബ്ലോക്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്താലും നമുക്ക് അത്യാവശ്യം എഴുതാനൊക്കെ പറ്റും. എല്ലാം അടിപൊളി എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം സ്കിപ്പ് ചെയ്യാനും പറ്റില്ല കേട്ടോ. അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഇതെന്തായാലും വരും, അല്ലെങ്കിൽ ഇതെന്തായാലും വരും, അങ്ങനെ നമുക്ക് പറയാനേ പറ്റില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ പറയാനേ പറ്റില്ല. അങ്ങനൊരു പ്രത്യേകത ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിത് നോട്ട് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് വരുമോ ഇല്ലെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കുറേ തവണ ആവർത്തിച്ച് വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ബ്ലോക്കിൽ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് പോയട്രിയിൽ ഫസ്റ്റത്തെ ബ്ലോക്ക് വരുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. അതായത് ബ്രിട്ടീഷ് പോയറ്റ്സ് എഴുതിയ പോയംസ് ആണ് ഇതിൽ വരുന്നത്. അതിൽ തന്നെ മെറ്റാഫിസിക്കൽ പോയറ്റ്സായ ജോൺ ഡെന്നും ആൻഡ്രൂ മാർവെലിൻ്റെയും ആണ് ആദ്യത്തെ പോയംസ് വരുന്നത്. ഈ ജോൺ ഡെന്നും ആൻഡ്രൂ മാർവെലും മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അതായത് 17th സെഞ്ചുറിയിലാണ് മെറ്റാഫിസിക്കൽ പോയംസ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ആശയങ്ങളും എന്നാൽ ഫിലോസഫിക്കലായ ആശയങ്ങളും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടാവുക. അതായത് കൂടുതലായിട്ടും ഡെത്ത്, ലവ്, അതേപോലെയുള്ള കാര്യങ്ങളുള്ള സമയം, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം ലോജിക്കലിയും എന്നാൽ അതേപോലെ തന്നെ ഇമോഷണലിയും, സത്യത്തിൽ ലോജിക്കും ഇമോഷനും രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എന്നാൽ ഇതിനെ രണ്ടിനെയും കോർത്തിണക്കിയും കൊണ്ടുള്ള പോയംസാണ് മെറ്റാഫിസിക്കൽ പോയംസ് എന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ജോൺ ഡെന്നിൻ്റെ ഡെത്ത് ഷുഡ് നോട്ട് ബി പ്രൗഡ്, അതേപോലെ ദ സൺറൈസിങ്, ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചതാണ്, കഴിഞ്ഞ ഫസ്റ്റ് ഇയറിലൊക്കെ ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ജോൺ ഡെന്നിൻ്റെ കനോണൈസേഷനും അതേപോലെ ആൻഡ്രൂ മാർവെലിൻ്റെ ടു ഹിസ് പോയിംസ് സ്ട്രെസ്സും, അതിൽ രണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയും നമുക്ക് നോക്കാം. അതായത് കനോണൈസേഷൻ എന്ന് വരുമ്പോൾ തന്നെ അത് വരുന്നത്, അതായത് മെറ്റാഫിസിക്കൽ പോയറ്റ്സായ ജോൺ ഡെന്നിൻ്റെയും ആൻഡ്രൂ മാർവെലിൻ്റെയും ഏതൊരു പോയമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിലും ലവ് ആണ് ഇവിടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കേട്ടോ. പ്രണയത്തെ എങ്ങനെയൊക്കെ ഫിലോസഫിക്കലി അവർ ഗ്ലോറിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന പോലെ അതിനെ അവർ എഴുതി വെച്ചിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൽ ഡിസംബർ 2024 ജൂൺ 2022 ജൂൺ 2023 ഡിസംബർ 2023 ഇതിലൊക്കെ ഈ ഒരു കനോണൈസേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഈ കാളസ് വാട്ട് യു വിൽ, വി ആർ മെയ്ഡ് സച്ച് ബൈ ലവ്, നിങ്ങൾ പുസ്തകം അടുത്ത് വെച്ചിട്ട് നിങ്ങളിത് ഞാൻ പറയുന്ന ക്ലാസ് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ ഈ 3ാമത്തെ പാരഗ്രാഫിൽ കാളസ് വാട്ട് യു വിൽ, അതായത് കനോണൈസേഷനാണ്, 22 ആണ് പേജ്. ഇതിൽ ആദ്യത്തെ ആ 4 വരി പല ഇതിലും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അത് വന്ന കനോണൈസേഷൻ, അതായത് നമ്മളൊരു കുറച്ച് ലൈൻസ് അല്ലെങ്കിൽ ഒരു പോയംസിൻ്റെ എന്തെങ്കിലും ഹിൻഡ് കിട്ടിയാൽ അത് ആരെഴുതി, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഓവറോൾ കണ്ടൻറ്റ് എന്താണ്, അത് ഏത്, അതായത് അമേരിക്കൻ പോയറ്റാണോ, അതെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണോ, ലാസ്റ്റത്തെ പോയട്രി ഫ്രം മാർജിനലൈസ്ഡ് സൊസൈറ്റി എന്നുള്ള ആളാണോ, അതേപോലെ ഈ പറയുന്ന പോലെ മെറ്റാഫിസിക്കൽ പോയറ്റാണോ, അതറിയാം. അതേപോലെ ആരെഴുതിയെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഈ കനോണൈസേഷൻ, അപ്പോൾ ഈ കാളസ് വാട്ട് യു വിൽ, ഞാനിതിങ്ങനെ ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് വന്നാൽ കനോണൈസേഷനാണ്. അതേപോലെ വി ക്യാൻ ഡൈ ബൈ ഇറ്റ് ഇഫ് നോട്ട് ലിവ് ബൈ ലവ്, അത് നമുക്ക് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മരിക്കാം എന്നൊക്കെ പറയുന്നത് കനോണൈസേഷനാണ്. ആദ്യം കനോണൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ക്രിസ്ത്യാനിറ്റിയിൽ അവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം അൽഫോൺസാമ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അവരെ വലിയ ഒരു സംഭവമായിട്ട് സെയിൻ്റായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെയാണ് ആക്ച്വലി കനോണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, ദ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ദ റൈസിങ് ലെവൽ ഓഫ് എ പേഴ്സൺ ആഫ്റ്റർ ഡെത്ത് എന്നാണ്. അതേപോലെ അതൊരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ റിലീജിയൻ ലെവലിലാണ് ഇത് വരാറുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇവിടെ സ്നേഹത്തിനെയാണ് ജോൺ ഡെന്ന് അങ്ങനെ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്ത് ഇതാക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരുടെയും ആ ഒരു സ്നേഹത്തെ ആ രീതിയിൽ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായി? അല്ലാതെ ലൈൻ ബൈ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല.
പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഇതിൻ്റെ ഒരു ഓവറോൾ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ഇതാണ്, മരണത്തിന് ശേഷം ഒരാളിങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന പ്രോസസ്സാണ് കാനോനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഒരു ലവുമായി കണക്ട് ചെയ്തിട്ടാണ് ജോൺ ഡൺ, മെറ്റാഫിസിക്കൽ പോയറ്റായ ജോൺ ഡൺ, അദ്ദേഹത്തിൻ്റെ പിന്നെ അതിൽ നിന്ന് വന്ന വരികളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എഴുതുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതാണ് കാനോനൈസേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു മെറ്റാഫിസിക്കൽ പോയറ്റാണ് ആൻഡ്രൂ മാർവൽ. ആൻഡ്രൂ മാർവലിൻ്റെ ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന് പറയുന്നതും പിന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒബ്സഷൻ പിടിച്ച പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. മൈ വെജിറ്റബിൾ ലവ് എന്നൊരു വാക്ക് വെച്ച് കണ്ട് വരുന്ന ഒരു പോയ ഉണ്ടെങ്കിൽ അത് ടു ഹിസ് കോയ് മിസ്ട്രസ് ആണ്. അങ്ങനെയാണ് ഞാനിത് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇയാൾ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങോട്ട് പല രീതിയിൽ വർണ്ണിച്ചതാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ ആൻഡ്രൂ മാർവൽ ടു ഹിസ് കോയ് മിസ്ട്രസിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു മെറ്റാഫിസിക്കൽ പോയറ്റാണ്. അതെ, ഒരു ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന ആളുടെ ഫ്രണ്ടാണ്. നമുക്ക് ജോൺ മിൽട്ടനെ ഒക്കെ നമുക്കറിയാം. 107 ജോൺ മിൽട്ടൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ മെറ്റാഫിസിക്കൽ പോയട്രി കഴിഞ്ഞു. ഇനി നമ്മൾ റൊമാൻറ്റിക് പോയറ്റ്സിലേക്ക് കടക്കുകയാണ്. അതും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലാണ്. നമുക്ക് റൊമാൻറ്റിക് പോയറ്റിൽ നമുക്ക് 109 സെക്കൻഡ് ഇയറിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് വേർഡ്സ് വർത്തിനെയും കൊളറിഡ്ജിനെയൊക്കെ. അപ്പോൾ ഇത് പ്രത്യേകം പഠിക്കേണ്ട കാര്യമല്ല. സെക്കൻഡ് ഇയറിൽ കേട്ടവർ തന്നെയാണ് ഈ ജോൺ ഡന്നും ഒക്കെ കേട്ടോ. അതേപോലെ റൊമാൻറ്റിക് വേർഡ്സ് വർത്ത് ആണെങ്കിലും കൊളറിഡ്ജ് ആണെങ്കിലും പിന്നെ അവർ ദ റൈം ഓഫ് ആൻഷ്യന്റ് മാൻറൈനറൊക്കെ എഴുതിയ ആളാണ് കൊളറിഡ്ജ്. പിന്നെ ദ റൂയിൻഡ് കോട്ടേജിൻ്റെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും വേർഡ്സ് വർത്ത് ആണെങ്കിലും കൊളറിഡ്ജ് ആണെങ്കിലും അവർ റൊമാൻറ്റിക് പോയറ്റ്സ് ആണ്. പിന്നെ സാമുവൽ ടൈലർ കൊളറിഡ്ജിൻ്റെ ആണ് കുബ്ലക്കാനിൽ നിന്നും ചില വരികളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ആൾ ഹൂ ഹേർഡ് ഷുഡ് സീ ദം ദർ ആൻഡ് ആൾ ഷുഡ് ക്രൈ ബിവെയർ. ആ ലൈൻസ് വന്നാൽ അത് കുബ്ലക്കാനിൽ നിന്നുള്ളതാണ്. ഇതൊരു ഭ്രാന്ത് പിടിച്ച ഒരു ഡ്രീമാണ്. ഇറ്റ്സ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് ഡ്രീം എന്നാണ് കുബ്ലക്കാനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കുബ്ലക്കാൻ എന്ന് പറയുന്നത് കൊളറിഡ്ജിൻ്റെ പോയമാണ്. അപ്പോൾ ഇതൊരു ഡ്രീമി എലമെൻ്റുള്ള പോയമാണ്. ഇത് മറ്റുള്ളതിൻ്റെ പോയത് ലവ് അല്ല ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. കുബ്ലക്കാൻ എന്ന് പറയുന്ന ഒരു രാജാവ്, അതായത് ഇദ്ദേഹം കാണുന്ന ഈ പോയറ്റ് കണ്ടൊരു ഡ്രീമാണ് പറയുന്നത്. അപ്പോൾ കുബ്ലക്കാൻ എന്ന് പറയുന്ന രാജാവ് സനദു എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലഷർ പ്ലേസ്, ഒരു പാലസ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയും അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുകയും പിന്നെ അതേപോലെ അതിന് ചുറ്റും അതിമനോഹരമായൊരു ഗാർഡനും നാച്ചുറും മരങ്ങളൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടാക്കണം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താണ് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനോഹരമായ പുഴ അതിലൂടെ ഒഴുകുന്നുണ്ട്. ആ പുഴയിലുള്ള വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു മൊത്തത്തിൽ ഡ്രീമി ഫ്രാഗ്രൻ്റ് ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഈ വേർഡ്സ് വർത്തിനേക്കാളും കൊളറിഡ്ജിൻ്റെ പോയംസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹൈലി ഇമാജിനേറ്റീവും അദ്ദേഹം കുറേ സൈക്കോളജിക്കൽ എലമെൻറ്റ്സ്, നമുക്കറിയാം ആൻഷ്യൻ്റ് മറൈനർ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പ്രയാസമൊക്കെ നമ്മൾ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ മനുഷ്യൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള എലമെൻറ്റ്സ്, പിന്നെ ഇതേപോലെ ഡ്രീംസ്, ഇങ്ങനെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് ഏരിയാസ്, മാജിക്ക്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയംസിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന കുബ്ലക്കാനിൽ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ബ്രിട്ടീഷ് പോയംസിൽ നമ്മൾ വരുന്നത് വിക്ടോറിയൻ ഏജിലേക്കാണ്. വിക്ടോറിയൻ ഏജിൽ നമുക്കറിയാം 110 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് വിക്ടോറിയൻ ഏജിലെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, പിന്നെ 1959 ശേഷം ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസിന് ശേഷം മനുഷ്യർക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും മനുഷ്യരെല്ലാവരും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പിറകെ പോവുകയും ഇൻഡസ്ട്രിയലൈസേഷൻ, അതേപോലെ മൊത്തത്തിലുള്ള ഒരു സയൻസ്, ടെക്നോളജി, ഡെവലപ്മെൻറ്റ്സ്, മനുഷ്യൻ്റെ ഹാർഡ് വർക്കിലുള്ള വിശ്വാസം, ഇതിലൊക്കെയാണ് മനുഷ്യന് കൂടുതലും തുടങ്ങിയത്. ബാക്കിയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള അതേപോലെ ദൈവികമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തിന് മനുഷ്യൻ ഒരുപാട് പിറകോട്ട് പോയി. അങ്ങനെയാണ് വിക്ടോറിയൻ ഏജ് വരുന്നത്. അപ്പോൾ വിക്ടോറിയൻ ഏജിൽ നമ്മൾ ടെന്നീസൻ്റെ പോയം, റോബർട്ട് ബ്രൗണിങ്സിൻ്റെ പോയൊക്കെ നമ്മൾ 110 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും ടെന്നീസൺ റോബർട്ട് ബ്രൗണിങ്സിൻ്റെയും പോയംസ് വരുന്നുണ്ട്. ടെന്നീസണിൻ്റെ ക്രോസിംഗ് ദ ബാർ വരുന്നുണ്ട്. റോബർട്ട് ബ്രൗണിങ്സിൻ്റെ ദ ലാസ്റ്റ് റൈഡ് ടുഗദർ വരുന്നുണ്ട്. ദ ലാസ്റ്റ് റൈഡ് ടുഗദർ എന്ന് പറയുന്നത് അത് ഒന്നല്ലെങ്കിൽ ടെന്നീസൺ അല്ലെങ്കിൽ റോബർട്ട് ബ്രൗണിങ്സിൻ്റെ ഒക്കെ എല്ലാത്തിലും റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ ബ്രൗണിങ്ങിൻ്റെ പോയത്തിൽ ഈ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതായത് 2021 ജൂണിൽ മൈ മിസ്ട്രസ് ബെൻഡ് ദാറ്റ് ബ്രോ ഓഫ് ഹേഴ്സ് 56th പേജിലുള്ളത് അത് വരുന്നുണ്ട്. അത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അതേപോലെ 2025 ജൂണിൽ ഫ്രഷനിങ് ആൻഡ് ഫ്ലട്ടറിങ് ഇൻ ദ വിൻഡ്, പാസ്റ്റ് ഹോപ്സ് ആൾറെഡി ലേ ബിഹൈൻഡ്, വാട്ട് നീഡ് ടു സ്ട്രൈവ് വിത്ത് എ ലൈഫ് എവറി, ആ സെക്ഷൻ വരുന്നുണ്ട്. ഇതൊക്കെ
റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ലാസ്റ്റ് റൈഡ് ടുഗദറിലാണ്. അതായത് നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊരു 2 കപ്പിള് അവർ ഒരുമിച്ച് പോകുന്ന ലാസ്റ്റ് റൈഡാണ്. അവരുടെ ലൈഫിൽ ഇനി അവരൊരിക്കലും ഒരുമിച്ച് യാത്ര ചെയ്യില്ല. അവരുടെ ലാസ്റ്റായിട്ട് അവർ ഒരുമിച്ച് പോകുന്ന ഒരു റൈഡിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു ഫീലിംഗ് ആണ് ഇത് മൊത്തം പറയുന്നത് കേട്ടോ. ആ ഒരു പ്രണയത്തെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്. അതേപോലെ ഈ റൈഡ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അവളെ കുറ്റപ്പെടുത്താനൊന്നിനും അയാൾ നിൽക്കുന്നില്ല. ആ ഒരു റൈഡിനെ അയാളുടെ ഓർമ്മയിൽ കൂട്ടിച്ചേർത്ത് എന്നും ഒരു എവോ മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പിന്നെ ഈ ബ്രൗണിങ്സിൻ്റെ ഒരു ഓൺ സ്റ്റോറി തന്നെ ഭയങ്കര ഒരു പ്രണയമാണ്. അദ്ദേഹത്തിന് പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് രോഗിയായതിനു ശേഷം ഒക്കെ അദ്ദേഹം നന്നായിട്ട് മരിക്കോളം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 110 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഇനി നമുക്ക് ടെന്നീസണിൻ്റെ ക്രോസിംഗ് ദ ബാർ. ക്രോസിംഗ് ദ ബാറിൻ്റെ തീം എന്ന് പറയുന്നത് പ്രണയമല്ല, ഇത് ആഫ്റ്റർ ഡെത്ത് ആണ്. അതായത് ടെന്നീസൺ എന്ന് പറയുന്ന ആൾ മരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് മരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. അപ്പോൾ അതിന് ശേഷമാണ് മരിക്കണം എന്നുള്ളൊരു തോട്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ മരണത്തിന് ശേഷം ഉള്ളൊരു ജീവിതം, അല്ലെങ്കിൽ മരണത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഉള്ള ജീവിതം എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ക്രോസിംഗ് ദ ബാർ എന്ന് പറയുന്ന സെക്ഷൻ എഴുതിയിട്ടുള്ളത്. ദ ലേഡി ഓഫ് ഷാലറ്റ്, അതേപോലെ യൂലിസസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പോയംസ് ആണ്. അതൊക്കെ ഞാൻ 110 ഞാൻ ചെയ്ത പോയംസാണ്. അപ്പോൾ ഈ പോയറ്റ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ വിവരണങ്ങൾ ഞാൻ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സൺസെറ്റ് ആൻഡ് ഈവനിങ് സ്റ്റാർ, അതേപോലെ ട്വിലൈറ്റ് ആൻഡ് ഈവനിങ് ബെൽ, ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ആ ലൈൻസ് ഒക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് വന്നതാണ്. അതേപോലെ ഐ ഹാവ് ക്രോസ്ഡ് ദ ബാർ, അതൊക്കെ കണ്ടാൽ എന്താണ് ക്രോസിംഗ് ദ ബാർ ആണ്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്കിത്, പക്ഷെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാതെ ഒരിക്കലും ഈ ഒരു ലൈൻസ് കണ്ടുകൊണ്ട് നമുക്ക് ഇത് എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് അദ്ദേഹം കടലിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ സീ ഈസ് ദ മെറ്റഫർ ഫോർ ഡെത്ത് ഓർ ആൻ അതായത് ആഫ്റ്റർ ലൈഫിലുള്ള ഡെത്തിനെ കുറിച്ചാണ് ഇതിൽ സീയെ അദ്ദേഹം മെറ്റഫർ ചെയ്തുകൊണ്ട് പറയുന്നത്. അങ്ങനെ പിന്നെ ഇനി അടുത്തത് അമേരിക്കൻ പോയട്രിയാണ്. അമേരിക്കൻ പോയട്രിയിൽ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആഫ്റ്റർ ആപ്പിൾ പിക്കിങ്ങും ബൗണ്ട്ലെസ് മൊമെൻറ്റും ഉള്ളത്. ഈ ആഫ്റ്റർ ആപ്പിൾ പിക്കിങ് ഒരുപാട് പേപ്പറിൽ ഞാൻ കണ്ടിട്ടോ. അത് ആഫ്റ്റർ ആപ്പിൾ പിക്കിങ്ങിൽ എൻ്റെ ഒരു സ്റ്റോറി വരുന്നത് ഒരു ആപ്പിൾ തോട്ടം. ആ ആപ്പിൾ തോട്ടത്തിൽ ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ഡെയിലി റുട്ടീൻ എന്ന രീതിയിൽ ആപ്പിൾ പറിക്കുന്നു. ആ ഒരു വർക്കറിൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ് എന്നുള്ള കാര്യം, അതിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഫിസിക്കൽ റിയാലിറ്റി, ഹാർഡ്ഷിപ്സ്, ഇതൊക്കെയാണ് ആഫ്റ്റർ ആപ്പിൾ പിക്കിങ് പറയുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പോയം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വേർഷനും നിങ്ങളുടെ വേർഷനൊക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തർക്ക് നമുക്ക് എന്താണ് അത് കണ്ടു തോന്നി എന്നുള്ളത് എഴുതാം. അത് എല്ലാവരും സെയിം ആവണം എന്നില്ല. പക്ഷെ നമ്മൾ ആഫ്റ്റർ ആപ്പിൾ പിക്കിങ് എന്ന് പറയുന്നൊരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം ഇത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആണ്, ഇതൊരു അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്. അതേപോലെ ബൗണ്ട്ലെസ് മൊമെൻറ്റും അദ്ദേഹത്തിൻ്റെ മറ്റൊരു റൈറ്റിങ്സ് ആണ്. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ നമുക്ക് എഴുതാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഈ അമേരിക്കൻ പോയറ്റിനെ മാത്രമേ നമുക്ക് ഇതുവരെ അധികം പരിചയമില്ലാത്തുള്ളൂ. ഈ ബ്രിട്ടീഷ് പോയറ്റ്സ് ആണെങ്കിൽ ഇനി വരുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്സ് ആയ നെസിം എസെക്കിയൽ, രാമാനുജൻ, അവരൊക്കെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ പിന്നെ ഈ അമേരിക്കൻ പോയറ്റ്സ് നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റ്, അതേപോലെ ഇനി വരാൻ പോകുന്ന കുറച്ച് 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ല. വില്യം കാർലോസ് വില്യംസ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, നിങ്ങൾ കേട്ട് പോകാറില്ല. അപ്പോൾ ഇനി അടുത്തത് വില്യം കാർലോസ് ആണ്. വില്യം കാർലോസിൻ്റെ എ വിഡോസ് ലാമെന്റിങ് സ്പ്രിംഗ് ടൈം, എ വിഡോസ് ലാമെന്റിങ് സ്പ്രിംഗ് ടൈം. അപ്പോൾ ഒരു വിഡോ എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീയാണ്. അവരുടെ ഒരു വിലാപാണ് സ്പ്രിംഗ് ടൈമിലുള്ള വിലാപ. അതായത് ഭർത്താവ് ഇല്ലാത്ത അവരുടെ ലൈഫിൻ്റെ ഒരു പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ളതാണ് പറയുന്നത്. അത് പല പ്രാവശ്യം എക്സാംസിന് വന്നിട്ടുള്ളതാണ്. ഈ 92 പേജിൽ 35 years എന്ന് പറഞ്ഞുള്ള ഐ ലിവ്ഡ് വിത്ത് മൈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഡിസംബർ 2024 വന്നിട്ടുണ്ട്. അതുപോലെ 2022 വന്നിട്ടുണ്ട്. മാസസ് ഓഫ് ഫ്ലവേഴ്സ്, ലോഡ് ദി ചെറി ബ്രാഞ്ചസ് എന്ന് പറഞ്ഞുള്ള വരികൾ വന്നിട്ടുണ്ട്. ടുഡേ മൈ സൺ ടോൾഡ് മീ ദാറ്റ് ഇൻ ദ മെഡോസ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഹെവി വുഡ്സ് ഇൻ ദ ഡിസ്റ്റൻസ് എന്നുള്ള ആ ലൈൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ എ വിഡോസ് ലാമെന്റിങ് സ്പ്രിംഗ് ടൈമാണ്. ഒരു ഗാർഡനിൽ ഇരുന്നുകൊണ്ട് ഇൻട്രസ്റ്റിംഗ്ലി അദ്ദേഹം അതിൻ്റെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന ഒക്കെ ആ ഒരു നാച്ചുറുമായി കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് ഡെഡ് ബേബിയാണ്. ഡെഡ് ബേബി എന്ന് പറയുന്നത് പിന്നെ ഒരു കുട്ടി മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടീനെ പെട്ടെന്ന് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിന് ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ വീട്ടിൽ ഈ കുട്ടിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഉള്ള ഒരു ഒരുക്കങ്ങൾ ഉണ്ടാവില്ലേ,
ആ സംഭവമാണ് വളരെ ഒരു മദറിൻ്റെ വേദനയെ കുറിച്ച് പറയുന്നുണ്ട്. ദ മദേഴ്സ് ഐസ് വേർ ഷീ സിറ്റ്സ് ബൈ ദ വിൻഡോ എന്ന് പറഞ്ഞാണ്ട് അതൊരിക്കലും ഇനി എന്താണ് ആ ഒരു കണ്ണീർ തോരാതെ വരും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ സ്വീപ് ദ ഹൗസ് ക്ലീൻ, അതായത് വീട് നല്ല വൃത്തിയാക്കുകയാണ്, കാരണം അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഹറി അപ്പ് എനി മിനിറ്റ്, ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഹറി അപ്പ് എനി മിനിറ്റ് ദേ വിൽ ബി ബ്രിങ്ങിങ് ഇറ്റ് ഫ്രം ദ ഹോസ്പിറ്റൽ എ വൈറ്റ് മോഡൽ ഓഫ് അവർ ലൈഫ്സ് അക്യൂരേസ്. അതായത് 97th പേജിൽ ആ ലാസ്റ്റത്തെ ലൈൻസ്, അതായത് അവരുടെ ഒരു കപ്പിളിൻ്റെ ലൈഫിൽ ആകെയുള്ളൊരു മോനോ അവർ ഇനി ജീവിതത്തിൽ അവർക്ക് ഇനി ഈ മകനെ അല്ലെങ്കിൽ ഈ കുട്ടീനെ കാണാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടീനെ കൊണ്ടുവരികയാണ്, ഏത് മിനിറ്റിലും ആ കുട്ടീനെ ഇവിടെ കൊണ്ടുവരാം. ഒരു വൈറ്റ് മോഡൽ, അതായത് ഇങ്ങനെ പുതപ്പിച്ചങ്ങാണ്ട് കൊണ്ടുവരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ സറൗണ്ട് ചെയ്തങ്ങാണ്ട് അവനെ കൊണ്ടുവരും. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡി ആവൂ എന്ന് പറയണം. അപ്പോൾ ആ ഒരു വേദന, ഒരു സാധാരണ ഒരു കപ്പിളിൻ്റെ ജീവിതത്തിൽ ഓരോ കുട്ടി മരിച്ചാൽ ഉണ്ടാകുന്ന ഒരു വേദനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡെഡ് ബേബി എന്ന് പറയുന്നത് വില്യം കാർലോസ് വില്യംസിൻ്റെ ആണ്. ഇത് നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ തന്നെയുള്ളത് ഈ പേരുകളൊക്കെ കണക്ട് ചെയ്ത് കിട്ടുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ലെൻസ്റ്റൺ ഹൂസിനെയാണ്. ലെൻസ്റ്റൺ ഹൂസിൻ്റെയാണ് ദ നീഗ്രോ സ്പീക്കിംഗ് ഓഫ് റിവേഴ്സ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം ഇതിൽ ഒരുപാട് റിവേഴ്സിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ അദ്ദേഹം യൂഫ്രട്ടീസിലാണ് കുളിച്ചിരുന്നത്. അതേപോലെ ഹി ബിൽറ്റ് ഹിസ് ഹട്ട് നിയർ ദി കോങ്കോ ആൻഡ് നൈൽ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നദികളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതേപോലെ ആഫ്രിക്കൻ അമേരിക്കൻ പോയിട്ടാണെങ്കിലും ഈ റിവേഴ്സൊക്കെ എന്ന് പറയുന്നത് പിന്നെ ഒരു ആഫ്രിക്കൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതായത് ആഫ്രിക്കയാണ് റിവറുകളുടെയൊക്കെ ഒരു ഉത്ഭവസ്ഥാനം എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഐ ഹാവ് നോൺ റിവേഴ്സ് എന്ന് പറഞ്ഞാണ്ട് പല പ്രാവശ്യം ഇതിൻ്റെ ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് വന്നാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും നീഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ് ആണ്. അതേപോലെ ഒരുപാട് റിവേഴ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഐ നോൺ റിവേഴ്സ്, ആൻഷ്യന്റ് ഡെസ്കി റിവേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് റിവേഴ്സിനെ കുറിച്ച് വളരെയധികം ഡീപ്പായിട്ടുള്ള നോളജ് എനിക്കുണ്ട് എന്നാണ് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പ TS എന്ന് പറയുന്ന ഒരു എംപ്ലോയി, അവർ അവിടെ നിന്ന് ആ ഒരു ഓഫീസിൽ നിന്ന് വിരമിച്ച് പോവുകയാണ്. വിരമിച്ച് പോകില്ല, അവർ പിന്നെ ട്രാൻസ്ഫർ വാങ്ങിങ്ങാണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവരുടെ ഫാദർ താമസിക്കുന്ന സൂറത്തിലേക്കാണ് പോകുന്നത്. അവരുടെ ഫാദർ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ് സൂറത്തിൽ. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കൊരു ഫെയർവെൽ പാർട്ടി, നമ്മൾ ഒപ്പുള്ള കൊളീഗ് ഒരു സ്ഥലം മാറി പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഫെയർവെൽ പാർട്ടി കൊടുക്കുമല്ലോ, അതാണ് ഇതിൽ കാണിക്കുന്നത്. അവർ ഈ മിസ് പുഷ്പ എന്ന് പറയുന്നത് ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഫെയർവെൽ പാർട്ടിയിൽ അവരെക്കുറിച്ച് ഇങ്ങനെ ഫ്ലാറ്റർ ചെയ്ത് കണ്ട് ഇങ്ങനെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാണ്ട് സംസാരിക്കണം ഒപ്പമുള്ളവരൊക്കെ. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഈ ഒരു സ്റ്റോറി നോക്കും. മിസ് പുഷ്പ ഈസ് കമ്മിങ് ഫ്രം വെരി ഹൈ ഫാമിലി. ആ പിന്നെ ഇതൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട് കേട്ടോ. വെനെവർ ഐ ആസ്ക്ഡ് ഹർ ടു ഡു എനിത്തിങ് ഷി വാസ് സെയിങ് ജസ്റ്റ് നോ, ഓൺലി ഐ വിൽ ഡു ഇറ്റ്. അതൊക്കെ ഇതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ത്രീകളെ കുറിച്ച് പിന്നെ നിസി മെസിക്കൽ ആക്ച്വലി ഇവിടെ കളിയാക്കി സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഈ നിസി മെസിക്കൽ കുറേ കാലം ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ ജൂയിഷാണ്. അപ്പോൾ കുറേ കാലം ഇന്ത്യയിലും പിന്നീട് കുറേ കാലം പഠിക്കാനൊക്കെ വേണ്ടിങ്ങാണ്ട് ബ്രിട്ടനിലൊക്കെ പോയ ആളാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അവിടെ പോയി പഠിച്ചപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പോലെയല്ല. അവർ ഒരുപാട് അനാവശ്യമായ ഗ്രാമറും കാര്യങ്ങളൊക്കെ ഇതിലിടുന്നുണ്ട്. അപ്പോൾ ആ സംസാരത്തിലൊക്കെ അദ്ദേഹം ഉടനീളം ഇംഗ്ലീഷ്, ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ കുറിച്ച് ഇന്ത്യൻ ഇംഗ്ലീഷിനെ കുറിച്ച് അദ്ദേഹം കളിയാക്കി പറയുന്നുണ്ട് ഇതിൽ. അതേപോലെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സംസ്കാരത്തെക്കുറിച്ച്, അതായത് അവരെന്ത് പറഞ്ഞാലും അവർക്ക് മറ്റുള്ളവർ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോ എന്ന് പോലും പറയില്ല. ഇതൊക്കെ ഒരു പുകഴ്ത്തൽ എന്ന രീതിയിലാണ് മറ്റാൾ പറയുന്നതെങ്കിലും ആക്ച്വലി ഇതൊരു കളിയാക്കൽ എന്ന രീതിയിൽ എടുക്കണം എന്നുള്ളതാണ്. അതേപോലെ അത് പ്രത്യേകം പറയുന്നുണ്ട്. മിസ് പുഷ്പ മിസ് ഈസ് നെവർ സെയിങ് നോ വാട്ട് എവർ ഐ ഓർ എനിബഡി ആസ്ക്. ആരെന്ത് ചോദിച്ചാൽ നോ ഒന്നും പറയില്ല. അതേപോലെ അനാവശ്യമായിട്ട് ഒരു സ്മൈലിങ്, സ്വീറ്റ്നെസ് ഇതൊക്കെ അങ്ങനെ കാണിക്കും. അതായത് ഫെമിനിൻ വാല്യൂസ് കുറച്ച് കൂടുതൽ ഇന്ത്യൻ സ്ത്രീകൾ കാണിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അവരൊരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ പറയുന്ന മറ്റേയാൾ ഇവരെങ്ങനെ അനാവശ്യമായി പൊക്കി പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസിനും അതിനൊക്കെ അനാവശ്യമായി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ കാസ്റ്റിന് ഇതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവരൊരു കുലസ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് കുലസ്ത്രീ കളിയാക്കി പറയണേ, എന്നാലും ഹൈ കാസ്റ്റ് ബിലോങ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ കുറച്ചും കൂടി റെസ്പെക്ട്ഫുള്ളി കാണുന്ന ഒരു സംസ്കാരമൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതേപോലെ എത്ര നല്ല അടിപൊളി ആൾക്കാരാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർ കറക്റ്റായിട്ട് അറിയില്ല എന്ന രീതിയിലാണ് മിസ് മിസിക്കൽ ഇതിനെ കളിയാക്കി പറയുന്നത് കേട്ടോ.
പിന്നെ ഈ ബിൻക്വിസ്റ്റ് അത് ഞാൻ സ്കിപ്പ് ചെയ്ത് കാണിക്കുകയായിരുന്നു. ചില ക്വസ്റ്റ്യൻ ഇത് കംപ്ലീറ്റ് വരാത്തതൊന്നല്ല, ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ AK രാമാനുജൻ്റെ, അദ്ദേഹം ഒരു പ്രൊലിഫിക് ആയിട്ടുള്ള റൈറ്ററാണ്, സ്കോളറാണ്. സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറിൽ പത്മശ്രീ അവാർഡൊക്കെ കിട്ടിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞു 2 കവിതകളാണുള്ളത്. രണ്ടും ഒന്ന് 24 ഡിസംബറിലും ഒന്ന് 22 ജൂണിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഐ റിസംബിൾ എവരി വൺ എന്ന് പറയുന്നത് സെൽഫ് പോർട്രേറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽപ്പെട്ടതാണ്. അതേപോലെ ഓൺ ദ ഡെത്ത് ഓഫ് എ പോയം ഇമേജസ് കൺസൾട്ട് വൺ അനദർ അത് പറയുന്നത് പിന്നെ ഓൺ ദ ഡെത്ത് ഓഫ് എ പോയമാണ്. അതായത് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, ഓൺ ദ ഡെത്ത് ഓഫ് എ പോയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു പോയറ്റ്, അദ്ദേഹം അതിപ്പോൾ രാമാനുജൻ അദ്ദേഹം ഒരു പോയം എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ആ പോയം എഴുതി കഴിഞ്ഞാൽ അതോടുകൂടി ആ പോയം മരിച്ചു, പോയറ്റിൻ്റെ മനസ്സിൽ ആ പോയം മരിച്ചു. പിന്നെ അത് നമ്മളുടെ അടുത്തേക്ക് എത്തി. പിന്നെ നമ്മൾ നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ച് ആണ് നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതേ ഡെത്ത് ഓഫ് എ പോയം എന്ന് പറയുന്നത്. ഒരു സംഭവം എഴുതി കഴിഞ്ഞാൽ അവിടെ പോയറ്റ് മരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് അതിന് വരുന്നത്. പിന്നെ ജയന്ത മഹാപത്രാസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കുറേ അങ്ങോട്ട് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അജാമിൽ ആൻഡ് ടൈഗേഴ്സും അതേപോലെ അഖാം ഷാഹിദ് അലിയുടെ കാശ്മീരും. അഖാം ഷാഹിദ് അലിയുടെ ആൻ ഇൻട്രൊഡക്ഷൻ, അതായത് പോസ്റ്റ് കാർഡ് ഫ്രം കാശ്മീർ, ഇത് എല്ലാത്തിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അഖാം ഷാഹിദ് അലി എന്ന് പറയുന്നത് അദ്ദേഹം ശ്രീനഗറിൽ ആണ് ജനിച്ചത് വളർന്നൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം ദൂരെ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ കാശ്മീരിൻ്റെ ഫോട്ടോയിൽ ഒരു പോസ്റ്റ് കാർഡ് കിട്ടുകയാണ്. അപ്പോൾ ആ പോസ്റ്റ് കാർഡ് വെച്ചിട്ട് അദ്ദേഹം ഒരു നൊസ്റ്റാൾജിക് ആയിട്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ കാശ്മീരിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അത് ഒരു പോസ്റ്റ് കാർഡിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങി എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ് അതിനെക്കുറിച്ച്. അത് ഈ കാശ്മീർ സ്ട്രിങ്സ് ഇൻ ടു മൈ മെയിൽ ബോക്സ് മൈ ഹോം എ നീറ്റ് ഫോർ മൈ 6 inches എന്ന് പറഞ്ഞത് അത് ഒരുപാട് സമയം സെവറൽ ടൈംസ് തന്നെ എഴുതിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പ്രാവശ്യം വന്നതാണ്. ആൻഡ് മൈ മെമ്മറി വിൽ ബി എ ലിറ്റിൽ ഔട്ട് ഓഫ് ഫോക്കസ് ഇൻ ഇറ്റ് എ ജെൻ നെഗറ്റീവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റിൽ അൺഡെവലപ്ഡ്, അതും വന്നിട്ടുണ്ട്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ അഖാം ഷാഹിദ് അലിയുടെ പോസ്റ്റ് കാർഡ് ഫ്രം കാശ്മീർ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാനും പറ്റും. അദ്ദേഹത്തിൻ്റെ കാശ്മീരിനെ കുറിച്ചുള്ള ഓർമ്മകൾ ആ പോസ്റ്റ് കാർഡിലൂടെ അദ്ദേഹത്തിൻ്റെ ആ പണ്ടത്തെ ജീവിതവും അവിടുത്തെ ചെലം വാട്ടർ, ആ ചെലം എന്ന് പറയുന്ന നദിയുടെ ആ ഒരു ക്ലീൻനെസ്സും, ആ കാശ്മീർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനാണ് കൂടുതലും അവിടെ പിന്നെ എൻഹാൻസ് ചെയ്ത് കണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് അതേപോലെ ഒരു നഷ്ടബോധമുണ്ട്. അതായത് ഇന്ന് ഞാൻ അവിടെ ഇല്ല, ഇന്ന് അതിൻ്റെ ഓർമ്മകളിൽ മാത്രമാണ്, അതൊരു പോസ്റ്റ് കാർഡിലേക്ക് മാത്രം ചുരുങ്ങി, എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കാർഡ് മാത്രമാണ് എന്ന് പറയുന്ന ഒരു നഷ്ടബോധത്തെക്കുറിച്ച് കൂടി അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. പിന്നെ അജാമിൽ ആൻഡ് ടൈഗേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു പോയാണ്. അത് കൊൽക്കറിൻ്റെതാണ്, അരുൺ കൊൽക്കർ. അദ്ദേഹത്തിൻ്റെ ജജൂരി എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നുള്ളതാണ് അജാമിൽ ആൻഡ് ടൈഗേഴ്സ് എന്ന് പറയുന്നത്, അരുൺ കൊൽക്കറിൻ്റെ. അദ്ദേഹം ഒരു ബൈലിംഗൽ പോയറ്റാണ്. മറാത്തിയൻ ഇംഗ്ലീഷാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ. മഹാരാഷ്ട്രയിൽ നിന്ന് അദ്ദേഹം ജനിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പോയം എന്ന് പറയുന്നത് ഒരു ഫാബിളാണ്. നമുക്കറിയാം ഫാബിള് എന്ന് പറയുന്നത് ഈ പഞ്ചതന്ത്ര കഥകളെ പോലെയൊക്കെയുള്ള കഥകളാണ്. അതായത് അതിൽ ആനിമൽസ് ആയിട്ട് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ടൈഗർ പിന്നെ ഷീപ്പൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതൊരു അലഗറിക്കലിയാണ് നമ്മളത് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തെയാണ് ഇതിൽ അലഗറിക്കലി പോയറ്റ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് നമ്മളെ കാക്കുന്ന അതായത് നമുക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട പൊളിറ്റീഷ്യൻസ് ഇല്ലേ, അവർ തന്നെയാണ് നമുക്കെതിരെ പ്രവർത്തിച്ച് അതായത് ഇപ്പം ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ടിൽ നിന്ന് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തുമ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥയാണ് ഇതിൽ ഈ ഒരു പോയത്തിൽ അലഗോറിക്കലി പറയുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് നമ്മൾ ഇതിൽ പറയേണ്ടത്. ഇതൊരു ഫാബിൾ ആണെങ്കിൽ പോലും അലഗോറിക്കലി അരുൺ കൊൽക്കർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയാനാണ്. ഓക്കെ, കാരണം അജാമിൽ എന്ന് പറയുന്നത് ഷീപ്പിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരാളാണ്. പക്ഷെ അയാൾ തന്നെ ടൈഗറിന് വേണ്ടിയിട്ട് തൻ്റെ ഷീപ്പുകളെ കൂട്ടിക്കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പറയുന്നത്. ഇതിനെ നമുക്ക് എവിടെയൊക്കെ എങ്ങനെ കണക്ട് ചെയ്ത് എഴുതാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന മയക്കുമരുന്ന് ലോബി ഈ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരെന്നെ കാലന്മാരാകുന്ന എവിടെയൊക്കെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാം.
അപ്പോൾ ദിലീപ് ചിത്രയുടെ ഓട്ട് ബോംബെ, ഇത് ഞങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ്. വൺസ് ഐ പ്രോമിസ് ടു യു ആൻഡ് എപ്പിക് ആൻഡ് നൗ യു റോബ്ഡ് മീ, യു റെഡ്യൂസ്ഡ് മീ ടു റബിൾ. അത് ആ ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോംബെ എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊരു എന്താ പറയുക, ഓടാണ്, അതായത് പുകഴ്ത്തിങ്ങാണ്ടുള്ളൊരു പറച്ചിലാണ്. അതായത് ബോംബെ എന്ന് പറയുന്ന നഗരം അങ്ങനെ ചെറിയ രീതിയിൽ വളർന്ന് വലുതായി ഇന്ന് കാണുന്ന ഒരു വലിയ അടിപൊളി സംഭവമായി മാറിയതാണ്. ഒരു കാലത്തിൽ മനുഷ്യന്മാർ ബോംബെക്ക് പോയിട്ടാണ്, നമ്മുടെ നാട്ടിൽ തന്നെ ഗൾഫൊക്കെ വരുന്നതിന് മുമ്പ് ബോംബെ, മദിരാശി പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് ആൾക്കാർ രക്ഷപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ. പിന്നെ അവിടെ മെല്ലെ മെല്ലെ എന്താണ് ഡെവലപ്പായി ഇപ്പം ഫിലിംസിൻ്റെ ഒരു സംഭവമാണെങ്കിലും ഒരു കാലത്ത് വെറും ബോളിവുഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്, ദിലീപ് ചിത്രയുടെ ഓട്ട് ബോംബെ എന്ന് പറയുന്നത്. എന്നാൽ പോസിറ്റീവായ സൈഡ് പോലെ തന്നെ വളരെ നെഗറ്റീവായ ഒരു സ്ഥലം കൂടിയാണ് ബോംബെ. അവിടെ ഈ പറയുന്ന റെഡ് സ്ട്രീറ്റുകളുണ്ട്, അതേപോലെ മനുഷ്യന്മാരെ കൊള്ളയടിക്കുന്ന, കൊല്ലുന്ന വളരെ ഡാർക്കായിട്ടുള്ള ഒരു ഏരിയയും ബോംബെയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ടും നമുക്കിവിടെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ഓട്ട് ബോംബെനെ കുറിച്ചുള്ളത്. ചിനാറ് പിന്നെ ഞാൻ ഓൾറെഡി സ്കിപ്പ് ചെയ്തൊരു ഇതാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ കുറേയൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അല്ല ഭയങ്കര വിവരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ എനിക്ക് അറിയുന്ന രീതിയിൽ ഒരു ഉള്ളിലുള്ള കണ്ടന്റ് ഇതാണ് എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാം.